നമ്മൾ കേട്ടു യേശു തൻ്റെ ഭൂമിയിലെ ജീവിതത്തിൽ കേട്ട പോലെ ഒരു ഒരു ശരീരം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അവിടെ ദൈവമേ അവിടുത്തെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വരുന്നു. അതിനായിട്ടാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരാളായിട്ടാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് യേശു തീരുമാനമായിട്ട് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു നിലയിൽ പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ പർപ്പസ് തന്നെ നമ്മുടെ ഇഷ്ടങ്ങളോട് നോ എന്ന് ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജഡത്തിന് സന്തോഷവും സമാധാനം തരുന്ന ഒരു വഴി നമ്മുടെ മുന്നേ ഇരിക്കെ അതിനോട് നോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സന്ദീപർ പറഞ്ഞ പോലെ നമ്മളെ വട്ടപൂജ്യമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളോട് നോ എന്ന് പറയാനായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ടും നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരു എഫേർട്ട് എടുക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ സത്യമായിത്തീരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുകയും നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെ ചെയ്ത് നമ്മളൊരു മിഥ്യാബോധത്തിൽ തുടർന്ന് പോവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം എന്നോട് ദൈവം ഒരു വാണിംഗായിട്ട് പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഇതിനോട് ചേർന്ന് ചിന്തിക്കാനാണ്. അതൊന്ന് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുള്ള വാക്യം തന്നെയാണ്. 1 കൊരിന്ത്യർ 6-19 വാക്യം, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോസ്തലൻ അവിടെ ഒരു കാര്യം ചോദിക്കും, ഇതുവരെ നിങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ലേ? നിങ്ങൾക്കിതുവരെ അറിയാമോ? ഇന്നലെ വരെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചവരാണെന്നാ നിങ്ങളെ നമ്മൾ പലപ്പോഴും പറയാതെ കർത്താവെ അങ്ങ് വിലയ്ക്ക് വാങ്ങി അവിടുത്തെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം, കർത്താവെ ഞാൻ ഇന്നലെ വരെ എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ എല്ലാ ഇഷ്ടങ്ങളോടും വെസ് പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് അങ്ങനെ വിലയ്ക്ക് വാങ്ങിച്ചു. ഇനി ആരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കേണ്ടത്? യേശു പറഞ്ഞ പോലെ കർത്താവെ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം മതിയെന്ന് ഓരോ സാഹചര്യങ്ങളിലും മനഃപൂർവ്വമായിട്ട് നമ്മളോട് പറയേണ്ടതിൻ്റെ ആവശ്യവും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്കുള്ളവരല്ല, നോ മോർ ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയുള്ളവരല്ല, നിങ്ങളെ ഒരാൾ വാങ്ങിച്ചു. നമ്മളിപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഒരാൾക്ക് വിറ്റ ശേഷം പിറ്റേ ദിവസം അവിടെ ചെന്നിരിക്കുവാണെങ്കിൽ പറയും, ഇതൊരു അറിഞ്ഞില്ല, ഓർക്കുന്നില്ലേ, പരിചയം കൊണ്ട് വന്നിരുന്നതാണെന്നറിയാം, പക്ഷേ നോ മോർ, ആ പരിപാടി നിർത്തി നാളെ മുതൽ വരരുത് എന്ന് പറയുന്ന പോലെ തന്നെ വസ്ത്രത്തിൽ ഈ ഒരു കാര്യം നമ്മളെക്കുറിച്ച് സത്യമായി തീരട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ പോലെ നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സത്യമായി തീരുന്നത് നമുക്ക് തവേ. അങ്ങനെയാണ് അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക, അപ്രകാരം ഒരു ജീവിതം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ദൈവം നന്ദി പറയുന്നു. ഒരു വട്ടം കൂടെ ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കാൻ സാധിച്ചു സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കേട്ട യോഹന്നാൻ 16:33, നിങ്ങൾ എന്നിൽ സമാധാനം ഉണ്ടാക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ആ സന്ധികൾ പറഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ നമുക്ക് ഇപ്പം വയനാട്ടിൽ കിടന്ന പോലെ അങ്ങനത്തെ സംഭവങ്ങളും അല്ലാതെ നമ്മൾക്ക് ഇപ്പം ടീച്ചർമാരായിരുന്നാണേലും ഒക്കെ കുറേ വഴക്കും അങ്ങനെ കിട്ടുകയാണെങ്കിലും നമ്മൾ അതിനകത്ത് ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് പാടുണ്ട്. നമ്മുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടെന്നാണ് അതിനകത്ത് നമ്മൾ 32 പറഞ്ഞ നമ്മൾ അവസാനം പറഞ്ഞ് നമ്മൾ ഏകനല്ലെന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് കഷ്ടത ഉണ്ടായാലും നമ്മുടെ കൂടെ നിൽക്കാൻ യേശുവുണ്ട്. പിന്നെ നമുക്ക് സമാധാനം ഉണ്ടാകാൻ നമ്മൾ യേശു ലോകത്ത് ജയിച്ച പോലെ നമ്മളും ഈ ലോകത്ത് ജയിക്കണം. അന്നേരം നമുക്ക് സമാധാനം ഉണ്ടാകും. മനസ്സിലായി.